എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ശ്രീരാമന്റെ അമ്പലമുള്ള രാമപുരത്താണ്. ഇവിടെയാണ് ആദ്യ ദർശനം നടത്തേണ്ടത്. നമ്മൾ നാലമ്പല ദർശനത്തിനായി എത്തുമ്പോൾ ആദ്യം ശ്രീരാമന്റെ അമ്പലത്തിലാണ് ദർശനം നടത്തേണ്ടത്. അതിനുശേഷം ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് പോകേണ്ടത്. മറ്റ് നാലമ്പലങ്ങളെക്കാൾ വ്യത്യാസമായിട്ട് ഇവിടെ ഉള്ളത് രണ്ടാമത് ദർശനം നടത്തുന്നത് ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലാണ്. അതിനുശേഷം ഭരതസ്വാമിയെയും തുടർന്ന് ശത്രുഘ്നൻ സ്വാമിയെയും ദർശനം നടത്തിയാണ് ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും ശ്രീരാമ സ്വാമി ക്ഷേത്രം ആയ ഇവിടെ എത്തണം. അങ്ങനെയാണ് നാലമ്പല ദർശനം പൂർണ്ണമാവുന്നത്. ഇത് വളരെ കുറഞ്ഞ അകലങ്ങളിൽ ഉള്ള, അതായത് കുറഞ്ഞ സമയം കൊണ്ട് ഈ നാലമ്പല ദർശനം പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു നാലമ്പലമാണ് ഇവിടെ ഉള്ളത്. കേരളത്തിലുള്ള മറ്റു 3 ജില്ലകളിൽ നാലമ്പലങ്ങളുണ്ട്. എറണാകുളം, മലപ്പുറം, തൃശ്ശൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ആ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. അപ്പോൾ ക്ഷേത്രം അടയ്ക്കുന്നതിന് മുമ്പ് ഈ ദർശനം പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. അതേസമയം ഇവിടെ ദൂരക്കുറവ് ഉള്ളത് വളരെ ഒരു സൗകര്യമാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് മുമ്പ് ദർശനം പൂർത്തീകരിക്കണം എന്നുള്ളതാണ്. അതിന്റെ കാരണം ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തില് ഉച്ചപൂജ വരെയേ ശത്രുഘ്ന സ്വാമിയുടെ സാന്നിധ്യം സങ്കല്പിക്കുന്നുള്ളൂ. അതിനുശേഷം അവിടെ സന്താന ഗോപാല പ്രതിഷ്ഠയാണ്, ആ സങ്കല്പമാണ് അതിനുശേഷം ഉള്ളത്. അതുകൊണ്ട് ഉച്ചപൂജയ്ക്ക് മുമ്പ് ദർശനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. കേരളത്തിലുള്ള മറ്റ് നാലമ്പലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ അതിന് വളരെ സൗകര്യമാണ്. നമസ്കാരം. നാലമ്പലത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ, ആദ്യവും അവസാനവും എത്തേണ്ട ക്ഷേത്രമായ ഈ രാമപുരത്തുള്ള ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഊരാഴ്മയിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. കാരനാട് കുടുംബാംഗമാണ്. അദ്ദേഹത്തോട് ചോദിച്ച് നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും പൂജാ വഴിപാടുകൾ തുടങ്ങിയവയെക്കുറിച്ചും ആഘോഷങ്ങളെക്കുറിച്ചും, അതായത് കർക്കിടക മാസത്തിൽ ഒഴികെയുള്ള മറ്റു മാസങ്ങളിലുള്ള ആഘോഷങ്ങൾ, പ്രധാന ദിവസങ്ങൾ ഒക്കെ ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമാകുമല്ലോ. ശ്രീരാമസ്വാമി ക്ഷേത്രത്തെ പറയുമ്പോൾ നാലമ്പലത്തെ കുറിച്ച് ആദ്യം പറയണം. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് നാലമ്പലത്തെ തൊഴാൻ സാധിക്കാവുന്ന അമ്പലം കേരളത്തിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ അറിവിലില്ല. ഒരു 3-3.5 കിലോമീറ്റർ ചുറ്റളവില് ഉള്ളൂ. അപ്പൊ അവിടെ ഏറ്റവും പ്രധാന ഇപ്പൊ വഴിപാടായിട്ട് പ്രധാനമായിട്ട് വരുന്നത് നാലമ്പല ദർശനം തന്നെയാണ്. പിന്നെ വഴിപാടിനെ പറ്റി പറഞ്ഞാല് ഉത്സവ ദിവസങ്ങളിൽ മാത്രം ഉത്സവരിയുണ്ട്, പ്രധാന വഴിപാട്. പിന്നെ കൂട്ടപ്പം. ഉത്സവം ഏത് മാസമാണ്? മീനമാസത്തിലാണ് ഉത്സവം ഉള്ളത്. അപ്പൊ ഇത് കുടുംബാർച്ചനയുണ്ട്. അങ്ങനെ വഴിപാടുകൾ. ഹനുമാനാണ് അവിൽ നിവേദ്യം. പ്രധാനി ശ്രീരാമനാണ്, ഉപദേവനാണ് ഹനുമാൻ. ഉത്സവ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് അല്ലെ? ഉത്സവബലി എല്ലാ ദിവസവും ഉണ്ട്. അതിപ്പോ 2040 വരെ ബുക്ക് ചെയ്തു ഉത്സവബലി ബുക്കിംഗിനായിട്ടുള്ളു. പ്രധാന വഴിപാട് പിന്നെ രാമനവമി ഉത്സവത്തിന്റെ ദിവസങ്ങളിലുണ്ട് കൂടുതൽ. ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പൊ കർക്കിടക മാസത്തില് നാലമ്പലത്തിന്റെ പ്രധാനമാണ് കടകം. എത്ര ഇല്ലക്കാരുടെയാണ് ഊരാഴ്മ? ഊരാഴ്മ 3 ഇല്ലമാണ്. ഇപ്പൊ ഒരു ട്രസ്റ്റ് ആക്കിയിട്ടുണ്ട്. കാരനാട്, അമനകര, കുന്നൂര് 3 ഇല്ലോ ഇപ്പൊ ട്രസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ അർണാഴി പായസം ഉണ്ട്. പിന്നെ പാൽപ്പായസം ഭഗവാൻ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇവിടെ വഴിപാടുണ്ട്. പിന്നെ കൂട്ടപ്പം ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും വെള്ളനേദ്യവും അത്
ഇപ്പൊ 5 പൂജയുണ്ട് ദിവസവും. എല്ലാ മാസവും എല്ലാ ദിവസവും ശിവേരി ഉണ്ടായിരുന്നതാണ്. അതിപ്പോ എല്ലാ മാസത്തിൽ ഒരു ശിവേരി എന്ന് വെച്ചായി. ഈ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞാൽ അത് എല്ലാ ദിവസവും ആക്കാനുള്ള പരിപാടികളുള്ളൂ. അതിനെപ്പറ്റി ആലോചിക്കുന്നു. നടയടയ്ക്കുന്നത് 10-11 മണി ആവുമല്ലോ എല്ലാ ദിവസവും. ഉച്ചപൂജ ഈ നാലമ്പലം തൊഴുമ്പോ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴണമെന്നാണ് നിയമം വെച്ചിരിക്കുന്നത്. ഇവിടെ തൊഴുതിട്ട് തിരിച്ചു വരുമ്പോ ഉച്ചപൂജയ്ക്ക് മുമ്പ് തൊഴുക പ്രാധാന്യം സാധാരണ ദിവസങ്ങളിലാണേലും സാധാരണ ദിവസമാണെങ്കിലും പോകേണ്ടവർക്ക് പോകാമല്ലോ. ഒരു 10:30 വഴി വരെ ഏതായാലും കാണും.